3-4 കൺട്രീസിലായിട്ട് ബിസിനസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, കുക്ക് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, കുഞ്ഞിനെ നോക്കുന്നു. ഇതിനൊക്കെ എവിടുന്നാ സമയം എന്ന് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാനൊരു 4-5 മാസങ്ങളായിട്ട് ഞാനിപ്പം മീൽ പ്രെപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെൻ്റെ ടൈം ഒത്തിരി എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നി, എനിക്ക് പറ്റി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നത്. മീൽ പ്രെപ്പ് ചെയ്യുന്നതിനോട് എനിക്കും വലിയ യോജിപ്പില്ലാതിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ കണ്ട് എനിക്ക് പ്രാക്ടിക്കലാണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു മീൽ പ്രെപ്പ് പ്ലാനാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പ്രയറായിട്ട് പ്ലാൻ ചെയ്യും, ഒരു വീക്കിൽ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഞാൻ വെജീസും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തും കേട്ടോ. അപ്പോൾ ഞാൻ ഡെഫിനറ്റായിട്ടും ആ ഒരു പ്ലാനിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് വേസ്റ്റേജ് ഇല്ല. വെജീസൊക്കെ കൂടുതലായിട്ട് ഞാൻ ഉൾപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ട്. ഓൾറെഡി പ്രെപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വെജീസൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്, അല്ലെങ്കിൽ അത് പാടല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വൈറ്റ് സിങ്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് വാങ്ങിയിട്ടുള്ള എല്ലാ വെജീസും ഞാനിതിൽ ഒരുമിച്ചാണ് കഴുകുന്നത്. ഫ്രൂട്ട്സും എല്ലാം കൂടിയിട്ട് ഉപ്പിലിട്ടിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് 2 തവണ വെള്ളം മാറ്റിയിട്ടാണ് നമ്മൾ കഴുകിയിട്ട് എടുത്ത് വെക്കുന്നത് കേട്ടോ. അങ്ങനെ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ പണ്ട് ഞാനിങ്ങനെ എന്തിനാണ് മീൽ പ്രെപ്പ് ചെയ്യുന്നത്, ടൈം വേസ്റ്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ അത് ചെയ്തു തുടങ്ങിയപ്പോൾ ഇതിന് ഞാൻ അഡിക്റ്റഡ് ആണ് കേട്ടോ. ഞാൻ എല്ലാ വീക്കും മുടങ്ങാതെ ഞാനിത് ചെയ്യും. അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അത്രയ്ക്കും ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മളങ്ങനെ ഒരു ദിവസം ഒരു ആഴ്ചയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഇത് ചെയ്യും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം അരിഞ്ഞ് വെച്ചാൽ തന്നെ നമ്മുടെ പകുതി പണി തീരും. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ ഓൾറെഡി കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുവാണെങ്കിൽ ഒരു ചിക്കൻ കറി വയ്ക്കാൻ എത്ര ടൈം വേണം? ഇതിപ്പോൾ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അരിയുന്നത്. ഞാനൊരു സാമ്പാറിന് അരിയുന്ന സമയത്ത് ഞാൻ 2 സാമ്പാറിന് ഞാൻ അരിയും, ഒരു അവിയലിനും ഞാൻ അരിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിങ്ങനെ ഓരോ ടൈമിലും ഈ പച്ചക്കറികളെല്ലാം സെപ്പറേറ്റായിട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെക്കുമ്പോഴേക്കും ഒരുപാട് ടൈമാവും. എൻ്റെ മീൽ പ്രെപ്പിൽ എനിക്ക് നൂഡിൽസും അതുപോലെ തന്നെ പാസ്തയൊക്കെ ഉണ്ട്. അതിനുള്ള വെജീസ് എല്ലാം അരിഞ്ഞ് ഞാനൊരു ഫ്രീസർ ബാഗിലാക്കി വെച്ചു. അതുപോലെ തന്നെ ബീട്രൂട്ടും അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചു. എന്നിട്ട് കടുക് പൊട്ടിച്ച് ആ ബീട്രൂട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടോ. എല്ലാ സാധനങ്ങളും വൃത്തിയാക്കി കഴുകി അതാത് പാത്രങ്ങളിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ മുളകും കറിവേപ്പില